നമസ്കാരം. ഏറ്റുമാനൂർ NDA സ്ഥാനാർത്ഥി ആതിരാടി നായരുടെ വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല. ഏറ്റവും പുതിയ വിവാദം അവരെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് ദേവസ്വം ബോർഡ് മന്ത്രിയായ ശ്രീ വാസവനെ ഇപ്പോൾ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ LDFനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. രണ്ടാം പിണറായി സർക്കാരിലെ ദേവസ്വം ബോർഡ് മന്ത്രിയുമായിരുന്നു. അദ്ദേഹത്തെ ഷാപ്പിലെ കറിക്കാരൻ എന്ന് വിളിച്ചാക്ഷേപിച്ചു. ഷാപ്പിലെ കറിക്കാരുടെ വിഭാഗത്തെ ഒന്നടങ്കം ആക്ഷേപിച്ചിരിക്കുകയാണ് ആതിരാടി നായർ എന്നുള്ള ആരോപണമാണ് അവർ ഉയർത്തുന്നത്. ഷാപ്പിലെ കറിക്കാരെന്നുള്ളൊരു വിഭാഗമുണ്ടോ? ഇനി അവർക്ക് പ്രത്യേകം ലേബർ യൂണിയൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക യൂണിയൻ ഉണ്ടെങ്കിൽ അത്തരത്തിലൊരു വിഭാഗമുണ്ട്. ആ വിഭാഗക്കാരെ മൊത്തമായിട്ടാണോ ആതിര ആക്ഷേപിച്ചത്? അല്ലെങ്കിൽ ആതിരയുടെ ആ ഒരു പ്രസ്താവനയിൽ, അല്ലെങ്കിൽ മറുപടിയിൽ, ഒരു ചോദ്യത്തിൻ്റെ മറുപടി ആയിട്ടാണ് ആതിര ഉത്തരം പറഞ്ഞത്, ഈ ഒരു പ്രസ്താവന നടത്തുന്നത്, ഇത്തരത്തിലൊരു വാക്ക് ഉപയോഗിക്കുന്നത്, ഷാപ്പിലെ കറിക്കാരൻ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ടായിരുന്നു. ആ മറുപടിയിൽ എന്തെങ്കിലും ആക്ഷേപം ഉണ്ടായിരുന്നു? ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും, അതിലൊരു ആക്ഷേപവും ഉണ്ടായിരുന്നില്ല. കാരണം ആതിരാടി നായരുടെ രാഷ്ട്രീയ പ്രവർത്തന പരിചയവും രാഷ്ട്രീയ യോഗ്യതയും സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ടായപ്പോഴാണ് അവർ പറഞ്ഞത്, കൃത്യമായിട്ട് അവർ പറഞ്ഞത് വാക്കുകളല്ല, വേർഡ് ബൈ വേർഡ് അല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ ഒരു രത്ന ചുരുക്കം, സാരാംശമാണ് ഞാൻ പറയുന്നത്. വാസവൻ സാർ, എൻ്റെ എതിരാളിയായിട്ടുള്ള വാസവൻ സാറിൻ്റെ രാഷ്ട്രീയ പരിചയം നിങ്ങളൊന്ന് പരിശോധിക്കണം. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഷാപ്പിൽ കറി വിളമ്പുകാരനായിരുന്നു. ഷാപ്പിലെ കറി വിളമ്പുന്നവരെ ഒരു തരത്തിലും അപമാനിച്ച് കൊണ്ടുള്ളൊരു പ്രസ്താവനയല്ല ആതിര നടത്തിയിരിക്കുന്നത്. അവിടെ അവർ വളരെ അഭിമാനപൂർവ്വം, അതായത് ഷാപ്പിലെ കറി വിളമ്പുകാരനായിരുന്ന ഒരു വ്യക്തി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച് ദേവസ്വം ബോർഡ് മന്ത്രി വരെയായി എന്നുള്ളത് ആ ചോദ്യം ചോദിച്ച ആളുടെ മുമ്പിൽ എടുത്തു കാട്ടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പരിചയം എന്നുള്ള കാര്യം തുടക്കത്തിലെ തന്നെ ആരും രാഷ്ട്രീയ പരിചയം കൊണ്ടുവരുന്നില്ല. ഷാപ്പിലെ കറിക്കാരനായിരുന്ന ഒരാൾ ദേവസ്വം ബോർഡ് മന്ത്രിയായി. ഒരു സംരംഭകയായ ആതിര നാളെ ചിലപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ആയേക്കാം, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ആയേക്കാം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മന്ത്രി ആയേക്കാം. ഇത്തരത്തിലുള്ളൊരു സൂചനയാണ് ആതിര ആ മറുപടിയിലൂടെ നൽകിയത് എന്നുള്ളത് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും, കമ്മ്യൂണിസ്റ്റുകാർക്കും അതറിയാം. പക്ഷേ ഇപ്പോൾ വല്ലാത്തൊരു പരാജയ ഭീതി ശ്രീ വാസവനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ പൊതുവെയും പിടികൂടിയിട്ടുണ്ട്. അത് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ മാത്രമല്ല, കേരളമൊട്ടാകെ, എന്തിന് ധർമ്മടത്ത് പോലും പരാജയ ഭീതി ഇല്ലെങ്കിൽ പോലും ശക്തമായ മത്സരം നടക്കുമെന്നുള്ള ഒരു ധാരണ ഇപ്പോൾ ശ്രീ പിണറായി വിജയന് പോലുമുണ്ട്. കാരണം സുരേഷ് ഗോപിയെ പോലുള്ളവർ കണ്ണൂരിലെ നിയോജക മണ്ഡലങ്ങൾ പിടിച്ചു കുലുക്കിയാണ് അവിടെ പ്രചാരണം നടത്തുന്നത്. ഒപ്പം തന്നെ ധർമ്മടത്ത് നേരിട്ട് പോയി ഒരു ജനകീയ അദാലത്ത് നടത്തുവാൻ രാജീവ് ചന്ദ്രശേഖർ കാണിച്ച ഒരു ആർജവവും ഒരു രാഷ്ട്രീയ തന്ത്രവും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ ഞെട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ വാസവനെ പോലുള്ള സാധാരണ പിണറായി വിജയൻ്റെ അനുയായികളായ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഈ പരാജയ ഭീതിയിൽ പരിഭ്രാന്തരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ച് ആതിരാടി നായരുടെ ഒരു പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആതിരാടി നായരുടെ പ്രതിച്ഛായ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഒട്ടാകെ ഒരു നല്ല പ്രതിച്ഛായ സൃഷ്ടിച്ച് ഈ കുട്ടി കഴിവുള്ള ഒരു കുട്ടിയാണ് എന്നുള്ളൊരു ധാരണ സമ്മതിദായകർക്കിടയിൽ ഉണ്ടാക്കുവാൻ ആതിരാടി നായർക്ക് സാധിച്ചിട്ടുണ്ട്. അത് വെറുതെ പറയുന്നതല്ല, ആ കുട്ടി കഴിവുള്ളൊരു കുട്ടി തന്നെയാണ്. ഒരു സംരംഭക, വിദ്യാസമ്പന്ന, ഒപ്പം തന്നെ വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് സൂക്ഷ്മതയോടുകൂടി പ്രതികരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിത്വം. അതും രാഷ്ട്രീയത്തിൽ നടാടെ തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ ഇറങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം പ്രശംസനീയമായ രീതിയിലാണ് ആതിര പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലൊരു വ്യക്തി മണ്ഡലത്തിൽ പ്രചരണത്തിനിറങ്ങുമ്പോൾ അത് തങ്ങളെപ്പോലുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് മറ്റാരെക്കാളും നന്നായി കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് തന്നെയാണ് പരിഭ്രാന്തരായി ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നത്. അവരോട് പറയുവാനുള്ള കാര്യം, വാസവൻ സാർ ഷാപ്പിലെ കറിവിളമ്പുകാരൻ തന്നെയായിരുന്നു, അല്ലാതെ ഷാഹുലൻ ടെമ്പിളിലെ ഇൻസ്ട്രക്ടർ ആയിരുന്നില്ല. ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അതൊരു അപമാനിക്കലായി തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആതിരയുടെ ആ ഒരു പ്രസ്താവന നിങ്ങൾക്ക് ഒരു അപമാനമായി തോന്നുകയാണെങ്കിൽ, സത്യത്തിൽ ഷാപ്പിൽ കറി വിളമ്പുവാൻ നിൽക്കുന്നവരെ അപമാനിക്കുന്നത് നിങ്ങളാണ്. കാരണം ആതിര അപമാനിക്കുവാനല്ല പറഞ്ഞത്, കാരണം ഷാപ്പിലെ കറി വിളമ്പുന്ന വ്യക്തിയുടെ ഒരു വളർച്ച കാട്ടിയതാണ്. അതൊരു സാധാരണ ജോലിയാണ്, കാരണം ഒരു മീനിയൽ ജോബാണ്. ഒരു കറി വിളമ്പുകാരൻ എന്തായാലും ഒരു
1.5 ലക്ഷം രൂപ 10 ലക്ഷം രൂപയൊന്നും ശമ്പളം ലഭിക്കില്ല. ഒരു സാധാരണ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ വ്യക്തി ദേവസ്വം ബോർഡ് മന്ത്രി വരെ ആയിട്ടുള്ള വളർച്ചയിൽ എന്ത് രാഷ്ട്രീയ പരിചയം കൊണ്ടാണ്, എന്ത് രാഷ്ട്രീയ പരിജ്ഞാനം കൊണ്ടാണ് അദ്ദേഹം തുടക്കമിട്ടത് എന്നുള്ളൊരു മറുചോദ്യം ഉന്നയിക്കും. ആ ഒരു വസ്തുത ചോദ്യം ചോദിച്ചയാളുടെ മുൻപിൽ അവതരിപ്പിക്കുകയും മാത്രമാണ് ആതിര ചെയ്തത്. ആക്ഷേപം അതിൽ ലവലേശമില്ല എന്നുള്ള കാര്യവും സത്യമാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം. പക്ഷേ അവരെ പിടികൂടിയിരിക്കുന്ന ഒരു പരിഭ്രാന്തി, അത് ഒരു കാര്യം കൂടി എടുത്തു പറയാം. ആതിരാടി നായരുടെ ഏറ്റുമാനൂർ മണ്ഡലത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുടെ മികവും മേന്മയും കൊണ്ട് മാത്രമല്ല അവരെ ഈ പരിഭ്രാന്തി പിടികൂടിയിരിക്കുന്നത്. 2 പിണറായി സർക്കാരുകൾ 10 വർഷങ്ങളായി കേരളത്തെ ഭരിച്ചു മുടിപ്പിച്ച് ജനങ്ങളെ വെറുപ്പിച്ച്, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള മുതൽ രക്തസാക്ഷികളെ മറന്ന് രക്തസാക്ഷികളെ ഉണ്ടാക്കിയ ആളുകളുമായിട്ടുള്ള SDPI പോലുള്ള ആളുകളുമായിട്ടുള്ള സഖ്യം ചേരൽ വരെ ഉള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ട് അണികൾക്കിടയിൽ പോലും ഒരു അലോസരമുണ്ടാക്കി മുന്നോട്ട് പോകുന്ന പിണറായി സർക്കാരിൻ്റെ പ്രവൃത്തികളും പ്രസ്താവനകളും രീതികളും കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ മടുത്തിരിക്കുമ്പോൾ ജനങ്ങൾക്ക് മടുക്കാതിരിക്കുമോ എന്നുള്ളൊരു തിരിച്ചറിവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് പൊതുവെ കേരളത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു തിരിച്ചറിവിൽ നിന്നുകൂടിയാണ് ഇത്തരത്തിലുള്ള പരിഭ്രാന്തികൾ ഉടലെടുക്കുന്നത്. ആ പരിഭ്രാന്തിയുടെ പരിണാമ ഫലങ്ങളാണ് ആതിരയ്ക്ക് നേരെ ഉയരുന്ന, ആതിരാടി നായർക്ക് നേരെ ഉയരുന്ന ഇത്തരം വ്യാജ ആരോപണങ്ങൾ. അതുകൊണ്ട് വീണ്ടും ആവർത്തിച്ച് പറയുന്നു, വാസവൻ സാർ ഷാപ്പിലെ കറി വിളമ്പുകാരൻ തന്നെയായിരുന്നു, ഷാഹോലിൻ ടെമ്പിളിലെ സന്യാസി ആയിരുന്നില്ല. അതിൽ ഒരാക്ഷേപവുമില്ല. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.